ഹായ് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ പാടത്തിൻ്റെ വീഡിയോ ആണത് ഇട്ടാ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളെ പാടത്തെ വെള്ളമൊക്കെ പറ്റി, വഴിയിലൊക്കെ നല്ലോണം വെള്ളമായിരുന്നു. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, മുറ്റത്തുനിന്നൊക്കെ വെള്ളം പോയി. നമ്മളെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം മുറ്റത്തൊന്നും വെള്ളമില്ല. നമ്മളെ ചെടികൾ കാര്യങ്ങൾ കുറച്ച് ഗപ്പീനൊക്കെ വളർത്തുന്നുണ്ട്. കാരണം കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ സാരിവാലൻ ഒക്കെ ഉണ്ട്. ഇതിൽ നിറയെ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റണില്ല. പിന്നെ നമ്മളിപ്പുറത്ത് കുറച്ച് ഇതുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇവിടെ നിന്ന് കുറേ കുഞ്ഞു മീനുകളുണ്ട്. വയമ്പ് എന്ന് പറയുന്നത്, വയമ്പിൻ്റെ കുട്ടികൾ നിറയെ കുട്ടികളുണ്ട്. പിന്നെ നമ്മളിതേ വല, കൂട്, കുരുത്തി എന്നൊക്കെ പറയും. കുരുത്തി 2 ഉണ്ട്. അത് നമ്മൾ ഇതിങ്ങനെ പാടം കണ്ട അങ്ങനെ ഒരുപാട് കരിപ്പിടി, ബ്രാല്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ പിലാപ്പിയുണ്ട്. പിലാപ്പിയൊക്കെ വെള്ളം വന്നപ്പോൾ എവിടെ നിന്നോ വളർത്തി പൊന്തി കയറി വെള്ളം നിറഞ്ഞപ്പോൾ വന്ന് പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുരുത്തൊക്കെ വെച്ച് പിടിക്കാറുണ്ട്. പിന്നെ വല, കണ്ടാലി വല ഉപയോഗിച്ച് പിടിക്കാറുണ്ട്. ഇവിടെ കുറേ കുഞ്ഞു മീനുകളുണ്ട്. പിന്നെ കരിപ്പിടികൾ ധാരാളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്താണ് കേട്ടോ. ഒരുപാട് വയമ്പും കുട്ടികളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ നിറയെ ഉണ്ട് ഇതിൽ വയമ്പും കുട്ടികൾ. എനിക്കിപ്പോൾ വെയിലുള്ളതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അധികം ആരും കാണുന്നില്ല, ലൈക്ക് കിട്ടുന്നില്ല, സബ്സ്ക്രൈബ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇത് വയമ്പും കുട്ടികൾ നിറയെ പോകണ്ട, ഒരു കൂട്ടം വയമ്പും കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. അതിൻ്റെ അടിയിൽ ഒരു ഇടത്തരം പിലാപ്പിയ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കരിപ്പിടികളുണ്ട്. ഇത് നോക്കിയാൽ കാണും, ചെറിയ ഓളങ്ങളുണ്ട്. അത് കംപ്ലീറ്റ് വയമ്പ് എന്ന് പറഞ്ഞ വയമ്പിൻ്റെ കുട്ടികളാണ് കംപ്ലീറ്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തുപ്പലാങ്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മീനുകളുണ്ട്. പിന്നെ അടിയിൽ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഞാൻ നിൽക്കുന്നിടത്തേക്കൊക്കെ ഇപ്പോൾ അവർ വരുന്നുണ്ട് ഒരു കൂട്ടായിട്ട്. അടിയിൽ കൂടെ പിലാപ്പിയ കുട്ടികളും പിന്നെ കരിപ്പിടി കുട്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ ബ്രാലിൻ്റെ ചൊട്ട ബ്രാലുകളൊക്കെ ഉണ്ട്. ഇതാണ് വയമ്പിൻ്റെ കൂട്ടം. ഒരു 10,000 മീനോളം ഏകദേശം ഉണ്ടാവും, 1000 കൂടുതലുണ്ടാവും ഏകദേശം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ നമ്മൾ വലയൊന്നും വെച്ചിട്ടില്ല. വല നമ്മളിവിടെ കയറ്റി വെച്ചേക്കണം. വേറൊരു കുരുത്തി അതിൻ്റെ ഇടയിൽ ഒരെണ്ണമൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു കുരുത്തി വേറെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാടാണ്. ഇവിടെ വേറെ ആരും വന്ന് അങ്ങനെ മീൻ പിടിക്കാറില്ല, ഞങ്ങൾ തന്നെ പിടിക്കാറുള്ളൂ. അതൊരു കുളമാണ് കേട്ടോ ആ കാണുന്നത്, വലിയൊരു കുളമാണത്. വെള്ളം വറ്റിക്കഴിഞ്ഞാലും അതിൽ നിന്ന് കുറേ മീനുകളൊക്കെ ഞങ്ങൾ ചൂണ്ടിട്ട് പിടിക്കാറുണ്ട്. അതിങ്ങനെ അങ്ങോട്ട് പാടമാണ്, അറ്റത്തേക്ക് അങ്ങനെ പാടാണ്. അവിടെ ആകെ പുല്ല് കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ അതുപോലെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് അറ്റം വരെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ പാടണം കേട്ടോ. അറ്റത്ത് കാണാണ് റോഡ്. മീനുകൾ ഇഷ്ടംമാതിരിയുണ്ട്, ഇഷ്ടംപോലെ മീനുകൾ ഞങ്ങൾ പിടിച്ചു വെള്ളമൊക്കെ ഒന്ന് പറ്റിയപ്പോൾ. അപ്പം ശരി, എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പം നാളെ അത്തമാണ്. അപ്പം എല്ലാവർക്കും അത്തത്തിൻ്റെ ഓണാവാറായി. അപ്പോൾ ഓണാശംസകൾ നേരത്തെ നേരുന്നു എല്ലാവർക്കും. നാളെ തുടങ്ങി അത്തം തുടങ്ങണം. അപ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇടണം. നമുക്കിത് ഇവിടെ മുറ്റത്തൊക്കെ റെഡിയാക്കാനൊക്കെ ഉള്ള പരിപാടി കാണാനൊക്കെ ഒരു ചെറിയ മണ്ണൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. നാളത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.